നമസ്കാരം. മാസഫലത്തിൽ ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകർ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ദിവസവും പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അതിനോടൊപ്പം ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. വോയിസ് മെസ്സേജായിട്ട് നിങ്ങൾക്കുള്ള മറുപടിയും ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാറുന്നതിന് വേണ്ടി നിങ്ങൾ മാസം തോറും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടത്തി വരികയാണ്. അപ്പോൾ നിങ്ങളുടെ പേരും നാളും അതിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അങ്ങനെ, ജോലിയാണെങ്കിൽ അത്, വിവാഹം നടക്കുന്നില്ലെങ്കിൽ അങ്ങനെ, അപ്പോൾ രോഗ ബുദ്ധിമുട്ടാണ് എന്താണോ അതൊന്ന് രേഖപ്പെടുത്തുക. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫോൺ വിളിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതായിരിക്കും ഒരു സന്തോഷം. നമ്മുടെ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾ നമ്മളെ വിശ്വസിച്ച് ഒരു കാര്യം പറയുമ്പോൾ അതിനെ നമ്മൾ ആത്മാർത്ഥമായി അത് ചെയ്യുമ്പോഴേക്കും അതിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ 100% ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഒരാളുടെ ജാതകത്തിൻ്റെ ദോഷമോ അല്ലെങ്കിൽ മറ്റൊരു ദോഷം കൊണ്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ അതിനൊരു ആശ്വാസം നമുക്ക് നേടിക്കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് കമൻറ്റ് ബോക്സിൽ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പ്രാർത്ഥനയിലും പൂജയിലും ഉൾപ്പെടുത്താം. ചെറിയൊരു മാറ്റമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേടിത്തരുവാൻ സാധിക്കും. അത് നിങ്ങൾക്കും ഒരു നേട്ടം തന്നെയായിരിക്കും. അപ്പോൾ ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർ നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അധ്വാനഭാരം കൂടുന്ന കാലഘട്ടമാണ്. മിക്കവാറും പുതിയ വർഷത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു പഠിത്തത്തിൻ്റെ കാഠിന്യം കൂടും. ഒരുപാട് പഠിക്കേണ്ടി വരും. ആരംഭത്തിൽ തന്നെ കൃത്യമായി അന്നുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പരീക്ഷ വരുമ്പോൾ വളരെ ഈസിയായി എഴുതുവാനും മാർക്കുകൾ നേടുവാനും സാധിക്കും. വിദ്യാർത്ഥികൾ വളരെ സ്മാർട്ടായിട്ട് നിർബന്ധപൂർവം പഠിച്ച് മുന്നേറുക. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സുവർണ അവസരം നേട്ടങ്ങൾ നേടുവാൻ വേണ്ടി. അപകീർത്തി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നിങ്ങളിനി എത്ര സൽക്കർമ്മം ചെയ്താലും, എത്ര തന്നെ ആൾക്കാരെ സഹായിച്ചാലും, എത്ര തന്നെ നിങ്ങൾ ഉപഹാരങ്ങൾ ചെയ്തു കൊടുത്താലും, നിങ്ങൾ തിരിഞ്ഞു നടക്കുമ്പോൾ ഈ ഉപഹാരങ്ങൾ പറ്റിയ വ്യക്തി, നിങ്ങൾ സഹായിച്ച വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് പേരുദോഷങ്ങൾ കേൾക്കുവാൻ സാധ്യത കൂടി വരുന്ന മാസമാണ്. കൃത്യമായി ഭഗവാനെ പ്രാർത്ഥിക്കുക, നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക. നമ്മളുടെ സഹായം കൈപ്പറ്റുകയും നമ്മുടെ സുഹൃത്തായി നമ്മുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നമ്മുടെ കൂടെ നടക്കുകയും ചെയ്തിട്ട് നമ്മളെക്കുറിച്ച് അനാവശ്യം പറയുകയും അപവാദങ്ങൾ പറയുകയും ചെയ്യുന്ന വ്യക്തികളെ ഭഗവാന് സമർപ്പിക്കുക. അവർക്കുള്ള നമ്മളെ പറയുന്നതിൻ്റെയും നമ്മളെ മോശമായി ചിത്രീകരിക്കുന്നതിൻ്റെയും ഗുണഫലമോ അല്ലെങ്കിൽ അതിൻ്റെ ദോഷഫലമോ എന്തു തന്നെയായാലും നരസിംഹസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുക. ഭഗവാൻ അവരുടെ നോക്കിക്കൊള്ളും. നമ്മൾ സന്തോഷകരമായി നമ്മുടെ ജീവിതം മുന്നിലേക്ക് നയിക്കുക. ഇതിനെതിരെ നമ്മൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് ദോഷകരമായി മാറും. പണ്ടൊരു പറഞ്ഞു പോയതുപോലെ നമ്മളൊരു വഴിക്ക് പോകുമ്പോഴേക്കും ഒരുപാട് നായ്ക്കൾ നിന്ന് കുരയ്ക്കാറുണ്ട്. നമ്മൾ അതിനൊപ്പം നിന്ന് കുരയ്ക്കാൻ നിന്നാൽ നമ്മുടെ സമയവും നമ്മുടെ അന്നത്തെ ദിവസവും പാഴായിപ്പോവും. അവരവിടെ നിന്ന് കുരച്ചോട്ടെ. നിങ്ങളുടെ വിജയങ്ങൾ നോക്കി പോകുക. ജയിച്ചു വരുമ്പോഴേക്കും ഇവർ നമ്മളെ വീണ്ടും പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ജീവിതം വളരെ ചെറുതാണ്, നിസ്സാരമാണ്. പലരും നമ്മളെക്കുറിച്ചുള്ള അപവാദങ്ങളും അപകീർത്തികളും പറയുകയും നമ്മളെ തളർത്താൻ ശ്രമിക്കുകയും ചെയ്യും. ജീവിതത്തിൽ വിജയിച്ചു മുന്നേറുക, അതാണ് നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിലും അലസത, മടി, നാളത്തേക്ക് മാറ്റി വയ്ക്കുക, ഇത് വിദ്യാർത്ഥികൾക്ക് വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രൈവറ്റ് ജോലി ചെയ്യുന്ന വ്യക്തികൾക്കൊണ്ട്, നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഇന്നെനിക്ക് വയ്യ, ഇന്നലെ ജോലിഭാരം കൂടുതലായിരുന്നു, അതുകൊണ്ട് ഇന്ന് പോകുന്നില്ല, നാളെ പോകാം, അങ്ങനെ ഒന്നും മാറ്റി വയ്ക്കരുത്.
നമ്മൾ മടി കാണിക്കും തോറും നമ്മുടെ ജീവിതത്തിലെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പകലുറങ്ങുന്നവൻ്റെ ആയുസ് കുറയുമെന്നാണ്. അപ്പോൾ അതുപോലെ മടി പിടിച്ച് മാറിയിരിക്കരുത്. കൃത്യമായി നമ്മൾ ജോലി കാര്യങ്ങൾ അന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്ത്, വിദ്യാർത്ഥികൾ അന്നുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകും. കുടുംബത്തിനുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അത് ദമ്പതികളായിട്ടായിരിക്കില്ല, ഭാര്യ ഭർത്താവും തമ്മിലായിരിക്കില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ. കുടുംബത്തിനുള്ളിൽ മറ്റ് പല വ്യക്തികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്തോഷകരമായി ജീവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ മറ്റ് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുന്നതിനും കുടുംബത്തിൽ സന്തോഷം കൈവരിക്കുന്നതിനും വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നേറുക. നല്ലതേ ഉണ്ടാകുകയുള്ളൂ. നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും, വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിൽപരമായി പല വെല്ലുവിളികളും നിങ്ങൾ നേരിടേണ്ടി വരുന്ന സമയമാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുവാൻ ശ്രമിക്കുക. കാരണം നിങ്ങളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മടി വിചാരിച്ചത് മാറി നിൽക്കരുത്. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ ഞാനത് ചെയ്തു തരാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയാൽ നിങ്ങളുടെ ആ ഒരു വാക്ക് വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാനായി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ഓപ്പോസിറ്റുള്ളവർ. അവരുടെ സ്വപ്നവും അവരുടെ സന്തോഷവും അവരുടെ ജീവിതവും നിങ്ങളുടെ ആ ഒറ്റ വാക്കിലാണ് ഇരിക്കുന്നത്. നിങ്ങളെക്കൊണ്ട് നിറവേറും എന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം വാക്ക് കൊടുക്കുക. വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി അത് പാലിക്കുക. എങ്കിൽ മാത്രമേ നമുക്കൊരു ക്വാളിറ്റി ഉണ്ടാകുകയുള്ളൂ. അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു തരും. അല്ലെങ്കിൽ പലരും പറയണം അദ്ദേഹം പറഞ്ഞാണോ, നോക്കണ്ട, ഒന്നും ചെയ്യില്ല, വെറുതെ പറയുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായാലും ശരി, നമ്മുടെ കൂടെ ഉള്ളവരായാലും ശരി, ജോലി ചെയ്യുന്നവരായാലും കുടുംബത്തിനകത്തായാലും ശരി, 5 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളിങ്ങനത്തെ കാണും, വെറുതെ വാക്ക് കൊടുക്കും. ധൈര്യമായിട്ടിരുന്നോ, ഞാൻ എല്ലാം ചെയ്തു തരാം. പക്ഷെ സമയമാകുമ്പോൾ ഒന്നും കാണില്ല. അയാൾ ഫോൺ വിളിച്ചാൽ കൂടി കിട്ടില്ല, ഞാൻ തിരക്കാണ്, പിന്നെ വിളിക്കാമെന്ന് പറയും. അപ്പോൾ ഈ നക്ഷത്രത്തിൽ ഉൾപ്പെട്ട വ്യക്തികളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, വാക്ക് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുക. പറ്റുന്ന വാക്കുകൾ പറയുക. 4 ആൾ നിൽക്കുമ്പോൾ വെറുതെ എന്നാൽ കഴിയുമെന്ന് പറഞ്ഞ് സ്വയം പുകഴ്ത്തി പറയുന്നത് നിർത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കത് നല്ല കാര്യമായി തോന്നും. എന്നാൽ പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് നിങ്ങളൊരു കോമാളിയായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ സ്വയം കോമാളിയാകാതിരിക്കുക. സന്തോഷകരമായ വിജയത്തോടു കൂടി ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരം ഒന്ന് കുറയ്ക്കുക. അനാവശ്യമായിട്ടുള്ള വാക്കുകൾ കൊടുക്കുന്നതും നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും. നരസിംഹസ്വാമിയെ പ്രാർത്ഥിച്ച് പൂജിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും.